والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. مرحوم ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു ദരീഹ വറഫഅല്ലാഹു ദറജതഹ വജഅല റൂഹഹു ഫീ അഅ്ലാ ഇല്ലിയീൻ മഹാനവറുടെ ഇഖ്ലാസിൽ നിന്ന് തുടങ്ങി വന്ന ഈ അൻസാർ അൽഹംദുലില്ലാഹ് 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ പാണ്ടിക്കാടിനും പരിസര പ്രദേശങ്ങൾക്കും ധാരാളം സ്തുത്യർഹങ്ങളായ സേവനങ്ങൾ കാഴ്ചവെച്ചു. അൽഹംദുലില്ലാഹ് അതിൽ നിറഞ്ഞു നിൽക്കുന്ന കായ്കനികളാണ് ഇപ്പോൾ പറിച്ചെടുക്കുന്നത്. ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഷഹാദ നൽകി, സനദ് നൽകി. അവരെല്ലാം ലോകോത്തര പ്രതിഭകളായി സമൂഹത്തിനും സമുദായത്തിനും നേതൃത്വം നൽകുന്നവരായി ഉന്നതങ്ങളിലാക്കണേ അല്ലാഹ് എന്നുള്ള പ്രാർത്ഥനയാണ് ഇവർക്കെല്ലാം നൽകാനുള്ളത്. ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉലമാക്കളോട് പറയാനുള്ളത്, മഹാനായ ഇമാമുൻ നബി റഹിമഹുല്ലാഹു തആല തങ്ങൾ ഓർക്കേണ്ട സമയമാണ് റജബ് അവസാനം. മഹാനവറുകൾ പറഞ്ഞ വാക്ക്, വലാ ബുദ്ദലി ത്വാലിബിൽ ഇൽമി മിൻ ഹിമ്മത്തിൻ ആലിയ ഫലാ യർളാ ബിയസീരിൻ മഅ ഇംകാനി കസീർ. ഏതൊരു പണ്ഡിതനും വേണ്ടത് ഇവിടുന്ന് ഷഹാദ വാങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ പാരാമീറ്റർ, എൻ്റെ ഗോൾ സെറ്റിംഗ്സ്, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് തോന്നാൻ പാടില്ല. മറിച്ച് തോന്നേണ്ടത് ഞാൻ എൻ്റെ പാരാമീറ്ററിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നതേ ഉള്ളൂ. നമുക്കുണ്ടാവേണ്ടത് ഇവിടത്തെ ഒരു ഷഹാദ കൊണ്ട് അവസാനിക്കാൻ പാടില്ല. നമ്മുടെ പാരാമീറ്റർ ഖുർആൻ പഠിപ്പിക്കുന്നത് ലഅല്ലകും തുഫ്ലിഹൂൻ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പലരും അർത്ഥം വെക്കാറുള്ള വിജയിക്കുക എന്നാണ്. അങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ ലാ യുഫ്ലിഹുൽ കാഫിറൂൻ എന്തർത്ഥം വെക്കും? ലാ യുഫ്ലിഹുൽ ളാലിമൂൻ എന്തർത്ഥം വെക്കും? കാണുന്നൊക്കെ നേരെ തിരിച്ചു മറിച്ചല്ലേ കാണുന്നത്. അപ്പോ വിജയിക്കുക എന്നതിന് അറബിയിൽ സൈദ എന്നുണ്ട്, ലഫിറ എന്നുണ്ട്, ഫാസ എന്നുണ്ട്, നജ എന്നുണ്ട്, നജഹ, ധാരാളം പദങ്ങൾ അറബി ഡിക്ഷണറികൾ കാണാൻ കഴിയും. പക്ഷേ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നിടത്തൊക്കെയും 99% ഖദ് അഫ്ലഹ മൻ തസക്ക ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇതാണ് നമ്മുടെ ടാർഗറ്റ്, ഇതാണ് നമ്മുടെ ഗോൾ സെറ്റിംഗ്സ്. എന്താണ് ഈ ഫലാഹിന്റെ അർത്ഥം? മനസ്സിലാക്കണം. ഫലാഹിന്റെ അർത്ഥമെന്നാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് ഏത് പദത്തിനും പര്യായ പദം കണ്ടെത്താൻ കഴിയും. പക്ഷെ 2 പദത്തിന് പര്യായ പദം കണ്ടെത്താൻ കഴിയില്ല. ലോകത്തൊരു ഭാഷയിലും കഴിയില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഫലാഹ്, മറ്റൊന്ന് നസ്രീഹത്ത്. ഫലാഹിന്റെ അർത്ഥം മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് ഇൽമുൻ ബിലാ ജഹീലിൻ, ഗിനൻ ബിലാ ഫഖിരിൻ, ഇസ്സുൻ ബിലാ ദുല്ലിൻ, ബഖാഉൻ ബിലാ ഫനാ. അതിന്റെ 4 കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഫലാഹ് വരുന്നത്. ഇൽമുൻ ബിലാ ജഹീലിൻ, ഒരു മേഖലയിലും അജ്ഞത തൊട്ടു തീണ്ടാതെ എല്ലാ മേഖലയും വിജ്ഞാന സാഗരമാവുക. നമുക്കാർക്കും അത് അവകാശപ്പെടാൻ കഴിയില്ലോ. അതിൽ എല്ലാം കാമിലും മുക്കമ്മലുമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ലോകത്തുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഞാൻ കാമിലാണ് മുക്കമ്മലാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ദുആ ചെയ്തു. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ല സുബ്ഹ
യസ്അലു ഇൽമൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വലാസുകൾ എല്ലാ ദിവസവും 3 ഡ്യൂട്ടിയിൽ ഒന്ന് പറയുന്ന ഇൽമൻ നാഫിഅൻ. അവിടെ ഒന്നുകൂടി ചിന്തിക്കണം, നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ എന്നുകൂടി പറയാറുണ്ട്. അപ്പൊ ഇൽമ് രണ്ടുണ്ട്, നാഫിഉണ്ട്, ഗൈറു നാഫിഉണ്ട്. നാഫിയ ഇൽമ് ഈ കാണുന്ന ഷഹാദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെക്ക് ലീഫ് പോലെയാണ്. ചെക്ക് ലീഫ് വാല്യബിൾ ഉണ്ട്, അൺവാല്യബിൾ ഉണ്ട്. വാല്യബിൾ ആകുന്നത് അത് ബാങ്കിൽ കാശ് ഉണ്ടാകുമ്പോഴാണ്. കാശില്ലെങ്കിലോ ആ ചെക്ക് അൺവാല്യബിൾ ആണെന്ന് മാത്രമല്ല, അതൊരു വണ്ടി ചെക്ക് എന്നാണ് പേര് പറയുക. എന്ന പോലെ ഈ ഷഹാദ വാല്യബിൾ ആകുന്നത് അൽ ഇൽമു في الصدور ثم انتقل إلى الصدور وبقي مفتاحه في الصدور. നിങ്ങളുടെ ഉസ്താദുമാരുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നിർഗളിക്കുന്ന ഒന്നാണ്. അതിന്റെ ഉറവിടം ഹൃദയമാണ്. ആ ഉറവിടത്തിൽ നിന്ന് അത് സുതൂറുകളിലേക്ക് എത്തിയതാണ്. വബഖി മിഫ്താഹുഹു ഫി സുദൂർ. താക്കോല് കിടക്കുന്ന എവിടെ തന്നെയാണ്? ഉസ്താദുമാരുടെ ഹൃദയത്തിൽ തന്നെയാണ്. ഈ സ്ഥാപനവുമായുള്ള ബന്ധം, ഉസ്താദുമാരുമായുള്ള ബന്ധം, ഈ പ്രസ്ഥാനവുമായുള്ള ബന്ധം, ഈ ആദർശവുമായുള്ള ബന്ധം, ഈ ആദർശത്തിൽ നിന്ന്, ഈ പാന്താവിൽ നിന്ന് അണുമണി തൂക്കം വ്യതിചലിച്ചു പോയാൽ ഈ ഷഹാദക്ക് യാതൊരു നിലയും വരെയുമില്ല. ആ ഷഹാദ അതിനേക്കാൾ വിലയുള്ളൊന്ന് ലോകത്തില്ലേയില്ല. എന്നാൽ അതിനേക്കാൾ മോശമാകുന്ന ലോകത്ത് വേറെ ഇല്ല. ചെക്ക് ലീഫ് പോലെ. ചെക്ക് ലീഫ് ചിലപ്പോ 10 കോടിയായിരിക്കും. അത് 10 കോടി ബാങ്കിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 രൂപ പോലും വിലയുണ്ടാകൂല. ബാങ്കിലെ ഡിപ്പോസിറ്റ് ഇല്ല എങ്കിൽ. അപ്പൊ ഇതിന്റെ വാല്യൂ നിങ്ങളുടെ ഉസ്താദുമാരുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ അസാധ്യത്തിന്റെ ഹൃദയത്തിൽ, ഈ സ്ഥാപനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എത്രമാത്രം. ഇബ്നു ഖുദാമ, ഞാൻ സ്ഥാപനം പറയുന്നതാ കാരണം ഇബ്നു ഖുദാമ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ദുആക്ക് ഇജാബത്ത് വേണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബാനിക്ക് കൂടി ദുആ ചെയ്യണം, എങ്കിലേ ഇജാബത്ത് ലഭിക്കുകയുള്ളൂ എന്നത് ഈ വിരുന്നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടി പൊട്ടി കരഞ്ഞരങ്ങം. ഞാൻ 40 വർഷം മുമ്പ് വലിയൊരു ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് സനദ് വാങ്ങി, സെക്കൻഡ് റാങ്ക് വാങ്ങി. ബഹ്റൈൻ കേരള മുസ്ലിം ജമാഅത്തിന്റെ 313 സ്കോളർഷിപ്പ് കിട്ടി. നല്ല പുതിയ ഡ്രസ്, ഏറ്റവും സന്തോഷിക്കേണ്ട ഘട്ട. പക്ഷേ 2 കൊല്ലവും അഅ്ലാ ഹസ്റത്തിന്റെ ഹദ്റത്തിൽ പഠിക്കുമ്പോൾ അഅ്ലാ ഹസ്റത്തിന്റെ ഹദ്റത്തിൽ പോകാത്ത 5 നേരം പോകും. 5 വക്തിലും സുബഹിക്ക് ശേഷവും ഇശാക്ക് ശേഷം യാസീൻ ഓതി ദുആ ചെയ്യും. മറ്റു സമയങ്ങളിലൊക്കെ ഫാത്തിഹ ഓതി ദുആ ചെയ്യും. അങ്ങ് ആ വാർത്ത കേട്ട ഉടനെ തന്നെ പോയത് അഅ്ലാ ഹസ്റത്തിന്റെ ഹദ്റത്തിലേക്കാ. യാസീൻ ഓതി കണ്ണ് കലങ്ങി, കണ്ണിൽ നിന്നും കണ്ണിന് മൂക്കിൽ നിന്നും കണ്ണ് കാതാരയായി പടച്ചവരെ ഈ വിരുന്ന് ദർസ് കിട്ടുമോ, ഈ വിരുന്നിന് ഓതിക്കൂടെ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് മനസ്സിൽ നിർഗളിച്ചുകൊണ്ട്. അപ്പൊ അതേ നിസ്ഥാനത്ത് ഞാൻ ഒന്നുകൂടി ഓർക്കട്ടെ. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിതിരൊലിപ്പിക്കുമ്പോൾ മൂക്കുന്ന കട്ട എനിക്ക് കയ്യിൽ ടവലില്ലായിരുന്നു. കർച്ചീഫ് തന്നിരുന്ന അന്നത്തെ ഫസ്റ്റ് റാങ്കുകാരനായിരുന്നു അദ്ദേഹം. നല്ല കിതാബിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദ് വളരെ പ്രഗത്ഭനാണ്. അത് വലിയ സമർത്ഥനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ദർസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സുകൾ അല്ലാഹുവിൽ എത്രത്തോളം സമർപ്പിക്കാൻ കഴിയുന്നു. ഉസ്താദുമാരുടെയും സ്ഥാപനത്തിന്റെ മേധാവികളുടെയും ആ നിങ്ങളാക്കിയ ഉമ്മമാര്, നിങ്ങളെ ഉപ്പമാര്, മാ വസല മൻ വസല ഇല്ലാ ബിൽ ഹുർമ വമാ സഖത മൻ സഖത ഇല്ലാ ബിതർക്കിൽ ഹുർമ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 കാര്യങ്ങൾ. ഇൽമുൻ ബിലാ ജഹ്ലിൻ, ഗിനൻ ബിലാ ഫഖിരിൻ, ഇസ്സുൻ ബിലാ ദുല്ലിൻ, ബഖാഉ ബിലാ ഫനാ. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വരെയും അവിശ്രമ പരിശ്രമം തന്നെ. മഹാൻ അഹ്മദുൽ ഹംബൽ റളിയല്ലാഹു തആല തങ്ങള് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ മകൻ പറയാണ്, സാലിഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മഹാൻ വന്ന് അൻത ബലഗ്ത ഹാദിഹിൽ മബ്ലഗുൽ കബീർ വഅൻത ഇമാമുൽ മുസ്ലിമീൻ അൻത മാൽ മെഹ്ബറ. ഇത്രയും ലോകോത്തര പ്രതിഭയായിട്ടും ഇപ്പോഴും ആരെ കൂടെ തന്നെയാണ്. ഈ മത്സ്യക്കുപ്പിയൊക്കെ ഒന്ന് മാറ്റാനായിട്ടില്ല. ആരാഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് ദിവായതം വ സനദം വ മത്നൻ.
ലോകത്ത് ഹാത്തിമുൽ അസ്സമ റളിയല്ലാഹു അൻഹു പോലുള്ള ലോകവഹോപശാഖതാബിങ്ങളുടെ ഉസ്താദാണ്. ആരെല്ലാമാണ് മരിച്ച ദിവസം ഒരുമിച്ച് കൂടിയ ലക്ഷങ്ങളെ കണ്ടിട്ട് എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും ഇതന്നെയാണോ പരിപാടി? മുമ്പ് പറഞ്ഞ വാക്ക് മഖ്ബറ വരെയും ഈ മശുക്കുപ്പി എൻ്റെ കൂടെ ഉണ്ടാകും. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹംദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് സ്വഹീഹുൽ ബുഖാരി നെഞ്ചത്തുണ്ടായിരുന്നു എന്ന് ഹാജി ഖലീഫ റളിയല്ലാഹു അൻഹു കശ്ഫുൽ ദുനൂൽ പറഞ്ഞതായി കാണാം. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇതൊന്നും ഈ ഷഹാദ കൊണ്ട് എനിക്കെല്ലാം കിട്ടി. ഇവിടേക്കൊക്കെ ഞാൻ കുടുംബങ്ങളോട് പറയാനുള്ളത്, വീട്ടിൽ അതിഗംഭീര സ്വീകരണങ്ങൾ നൽകണം, വലിയ അംഗീകാരങ്ങൾ നൽകണം. പക്ഷേ അപ്പോഴൊക്കെയും നാട്ടിൽ വേണം, ദർസ് നടത്തുന്നിടത്ത് വേണം. അപ്പോഴൊന്നും മനസ്സിൽ തോന്നിപ്പോകാൻ പാടില്ല എനിക്കെല്ലാം തികഞ്ഞിരിക്കുന്നു എന്നോ. ഔസാബി എന്ന് കിതാബിൽ ഉണ്ടാക്കാറുണ്ട്, തെറ്റാണ്. കസ്വാഹിബിൻ ഔസ്വാബി എന്നാണ്. എന്നിട്ട് ഔസാബ് എന്ന കിതാബിന്റെ മുസന്നിഫിന്റെ പോലെ അർത്ഥം വെക്കാണ്. അങ്ങനെ കിതാബ് ലോകത്ത് ഇതുവരെ ആരും കേട്ടിട്ടില്ല. മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ പ്രഗത്ഭരായ രണ്ട് നോബൽ പ്രൈസ് ജേതാക്കളെ പോലത്തെ പണ്ഡിതന്മാരായിരുന്നു. ഒന്ന് സ്വാഹിബ്, ഒന്ന് സ്വാബി. ഈ രണ്ട് മഹത്തുക്കളെ പോലെ ആയാൽ പോലും ധരിക്കേണ്ടത് എനിക്ക് മിനിമം ക്വാളിഫിക്കേഷൻ പോലും സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണമെങ്കിൽ 20 മിസ്കാല് വേണം. ആ 20 മിസ്കാൽ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ആയിട്ടില്ല എന്നാണ് വേണ്ടത്. അപ്പൊ ആ ഒരു ധാരണയോടുകൂടെ വലിയ സ്വപ്നങ്ങൾ, നിങ്ങൾ ഡിഗ്രിയിലും PG-യിലും ഒക്കെ പഠിക്കുന്നതായിരിക്കും. മുസ്തഫ ലുത്ഫിയെ കുറിച്ച് ലോകപ്രശസ്തനായ കവിയാണല്ലോ. ഇന്ന് ലോകൊട്ടുക്കും അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ആളോ മറ്റോ ഒന്നുമല്ല, അദ്ദേഹത്തിനെ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ മകനോട് ചോദിക്കുകയായി, തുരീദു അൻ തകൂന മിത്ല മൻ. നിങ്ങളെ വാപ്പ ലോക പ്രശസ്ത മഹാപണ്ഡിതനാണ്, ലോകം എല്ലാവരും ആദരിക്കുന്ന വ്യക്തിയാണ്. വാപ്പ ചോദിക്കുകയാണ്, തുരീദു അൻ തകൂന മിത്ല മൻ, ആരെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നത്? എന്താ പറയാ? മിത്ല അബി. ഈ മകൻ പറഞ്ഞു മിത്ല അബി, വാപ്പയെ പോലെ ആകണം എന്ന് പറഞ്ഞു. അപ്പം മഹാനവർ പറഞ്ഞു, മുസ്തഫ ലുത്ഫി ലാ 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 4 വട്ട ലാ തഖുൽ ഹകദാ, അങ്ങനെ ഒരിക്കലും പറയരുത്. ഞാൻ ആഗ്രഹിച്ചത് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെ ആകാനായിരുന്നു ആഗ്രഹിച്ചത്. എന്നിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ നീ എന്നെ പോലെ ആവണം എന്ന് ആഗ്രഹിച്ചു പോയാൽ ഞാനും അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ തമ്മിൽ എത്ര അകലുണ്ടോ, എത്ര അന്തരമുണ്ടോ, അതേമാതിരി നീയും ഞാനും തമ്മിൽ ഉണ്ടാകും. വിചാരിച്ച മുഴുവൻ ആർക്കെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അൻസാർ എന്ന മഹത്തായ സ്ഥാപനം നിങ്ങളാണ് വളർത്തേണ്ടത്. അതിന് ഏറ്റവും ചെറിയ സിമ്പിൾ ഉദാഹരണം ഞാൻ ഓതി കേൾപ്പിച്ചു. ഫഅലം അന്നഹു ലാ ലാഹ. എല്ലാ ദിവസവും നമ്മൾ ഹദാദ് കേൾക്കുന്നില്ല. ഫഅലം അന്നഹു ലാ ഇലാഹ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്? നമ്മൾ പഠിച്ചോ? നമ്മൾ മനസ്സിലാക്കിയോ? അള്ളാഹിന്റെ വാജിബായ 20 സിഫാത്ത് പഠിക്കണം, മുസ്തഹീലായ 20 സിഫാത്ത് പഠിക്കണം, ജായിദാ സിഫത്തിന് കുറെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ആ പദത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അള്ളാഹ് എന്നുള്ള പദത്തെ കുറിച്ച് നമ്മൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? അത് പഠിക്കുമ്പോ നമ്മളൊക്കെ പഠനം എവിടെ കിടക്കുന്നു? ലോകത്ത് അള്ളാഹ് എന്ന പദത്തിന് തുല്യമായ പദം ഒരു വേട് ലോകത്തൊരു ഭാഷയിലും ഒരാൾക്കും കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ ലോകത്ത് എടുക്കുക, 800 കോടി ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അനന്തകോടി ജനങ്ങൾ കഴിഞ്ഞുപോയി. ധാരാളം സ്ഥാപനങ്ങൾക്ക് പേരുണ്ട്. നിങ്ങളൊക്കെ പല ബസ് സ്റ്റോപ്പിന്റെ പേര് കാണില്ലേ? അതിന്റെ ഏതെങ്കിലും ഒരു അക്ഷരം പോയാൽ എന്താ അതിന്റെ അവസ്ഥ? അയ്യേ, നാണക്കേട്, വൃത്തികേട്. അർത്ഥശൂന്യം അനുഭവിക്കുന്നു, അർത്ഥന്യൂനം അനുഭവിക്കുന്നു, ചിലപ്പോൾ വളരെ മോശം പദമായി മാറുന്നു. ഏത് പദമാണ് ഒരക്ഷരം കുറഞ്ഞാൽ അർത്ഥം മാറാത്തത്? എന്നാ നിങ്ങൾ അല്ലാഹ് എന്നുള്ള പദം ആലോചിച്ച് നോക്കുക. അതിൽ ആദ്യത്തെ ഹംസ കണ്ട് കളഞ്ഞാൽ ലില്ലാ എന്നായി അർത്ഥം മാറുന്നു. ലില്ലാ എന്നുള്ള ലാം കണ്ട് കളഞ്ഞ എന്തായില്ലേ? ഇലാഹ് എന്നായില്ലേ? ഇലാഹിലെ ഹംസ കണ്ട് കളഞ്ഞ ലഹു എന്നായില്ലേ? ലഹൂലെ ഹംസ ലാം കണ്ട് കളഞ്ഞാൽ എന്തായില്ലേ? ഹൂ. നമ്മൾ കാതിരിയാറാത്ത ഹൂ 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 എന്താകാറില്ലേ? അപ്പൊ ഏത് പദം കളഞ്ഞ് ഏത് അക്ഷരം പോയാലും അർത്ഥം മാറുന്നില്ല എന്ന് മാത്രല്ല, ഈ പദത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 3 അക്ഷരക്കാണ്. ഒന്ന് അലിഫ്, മറ്റൊന്ന് ലാമ്, മറ്റൊന്ന് ഹാ അല്ലേ ഉള്ളൂ? അലിഫ്
ലാമ് ഹാ 3 അക്ഷരമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പദം ലോകത്തിലെടുത്തിട്ട് നിങ്ങളുടെ പേരെടുത്തിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയോ? ലോകത്ത് ആർക്കും കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഈ 3 അക്ഷരമല്ലാത്ത 4ാമത്തെ അക്ഷരം നമ്മൾ എഴുതി നോക്കുക ബോർഡിൽ. ഏത് മാത്രമേ ഉള്ളൂ? വാവ് അലിഫ് ലാമ് ഹാ എന്നല്ല. നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12. എന്തൊരർത്ഥാണ് 12? മുഹമ്മദ് റസൂലുള്ളാഹ് 12, ഖുർആൻ ലഹുമുൽ ബുശ്റാ 12. അത് 12 ഖൗമിനാണ് അല്ലാഹു തആല പറഞ്ഞത്. 12 രൂപത്തിലാണ് അല്ലാഹു തആല പറഞ്ഞത്. എല്ലാ വ്യാഴവട്ടം എന്ന് പറയുന്നത് അഥവാ സൂര്യനെ വ്യാഴമെന്ന് പറയുന്ന നക്ഷത്രം കറങ്ങിയെടുക്കാൻ 12 കൊല്ലാണ്. മാസം ഒരു കൊല്ലം പൂർത്തിയാവണമെങ്കിൽ 12 ആണ്. അപ്പൊ 12ലാണ് മുഴുവൻ കാലങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിലൊന്ന് പഠിച്ചാൽ മഹാനായ ഇമാം സീബവൈഹി റളിയല്ലാഹു അൻഹു പണ്ട് തൊട്ടേ കേൾക്കുന്നില്ലേ? ഹിജറ 180 ആര് വഫാത്തായത്? സീബ ഇമാം വഫാത്തായപ്പോൾ ശിഷ്യന്മാർ സ്വപ്നത്തിൽ കണ്ടു സീബ ഇമാമിനെ. എന്താ നിങ്ങളെ അവസ്ഥ? ശിഷ്യന്മാർ ചോദിക്കല്ലോ, ഹായ് എന്തൊരു സുഖ വദക്കറ കറാമത്തിനാകുന്നു, അല്ലാഹു തആല വല്ലാത്ത ആദരവാണ് നൽകിയത്. എന്തേ ബിമാ? അപ്പം പറഞ്ഞു, ഞാൻ അല്ലാഹ് എന്ന കലിമത്തിനെ കുറിച്ച് അത് അറഫുൽ മആരിഫാണ് ഞാൻ സ്ഥാപിച്ചു. സീബ ഇമാം സ്വർഗത്തിൽ കടക്കാൻ കാരണം എന്ത്? അല്ലാഹ് എന്ന കലിമത്ത് അറഫുൽ മആരിഫാണെന്ന് ഞാൻ സ്ഥാപിച്ചു. അവരുടെ ഉസ്താദാണ് മഹാനായ ഖലീൽ റളിയല്ലാഹു അൻഹു, ഖലീൽ ബിൻ അഹ്മദ് റളിയല്ലാഹു അൻഹു. ഹിജറ 100 ജനിച്ചത്. മഹാനുകൾ വഫാത്തായപ്പോൾ മഹാനുകൾ ചോദിച്ചു, എന്താ അവസ്ഥ? സ്വർഗത്തിൽ ഉന്നതങ്ങളിലാ. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അല്ലാഹ് എന്നുള്ള കലിമത്ത് ഞാൻ ഗൈറു മുസ്തഖാണെന്ന് ഞാൻ സ്ഥാപിച്ചു. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ അപ്പൊ ആ ഒരു കഥ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞത്, മൻ ഖാല അല്ലാഹ്, മഹാനായ സുൽത്താൻ ആരിഫിൽ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, മൻ ഖാല അല്ലാഹ് വഫീ ഖൽബിഹി മാ സിവല്ലാഹ് ലൈസ അല്ലാഹ്. കൽബിൽ അല്ലാത്ത വല്ലതുണ്ടായിട്ട് അല്ലാഹ് എന്ന് പറഞ്ഞാ അത് അതിൻ്റെതായ ആദരവാകൂല. നമ്മളിതൊക്കെ നന്നായി പഠിക്കാനുണ്ട്. അർഹമുർ-റഹീമായ അല്ലാഹ് നമ്മളെല്ലാവരും മുഖ്റബിയ ഉലമാക്കളാക്കണേ അല്ലാഹ്. ഈ സെറ്റപ്പും സംവിധാനവും സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മണിക്കൂറുകളോളം നിൽക്കാൻ ആഗ്രഹമുണ്ട്. 10-40 കൊല്ലം മുമ്പ് ഞങ്ങൾ ബാക്കിയാത്തിൽ ഒന്നിച്ച് പഠിച്ച് ഒരേ റൂമിലിരുന്ന് ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് ഒരുപോലെ ജീവിച്ച പ്രിയപ്പെട്ട കോട്ടക്കൽ ഇസ്മായിൽ ബാഖുവിൻ്റെ ദർസിൻ്റെ 40ാം വാർഷികമാണ് ഇന്ന്. ഞാനാണ് അതിന് ഡേറ്റ് കൊടുത്തത്. അപ്പോൾ ഞാൻ അവിടെ എത്തൽ വളരെ പെട്ടെന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരം ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഒരു സുവർണാവസരം. ഇന്ന് ലോകത്ത് ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ മഹാനാണ് മഹാനായ ആലിമുൽ അല്ലാമ ഹബീബ് ഉമർ തങ്ങൾ ഹഫിളഹുല്ലാഹു വറഅ. മഹാനുകൾ 25 കൊല്ലം മുമ്പ് മഅദിനിൽ കുറ്റിയടിച്ചു എന്നതാണ് മഅദിന്റെ വലിയൊരു വിജയത്തിന്റെ ആദ്യത്തെ തറക്കലിട മഹാനുകൾ. ഇൻഷാ അല്ലാഹ് വരുന്ന 20-ാം തീയതി മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് അതിവിപുലീകരിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഇക്കാലം വരെ പള്ളികളും മറ്റൊന്നും കാണാത്ത അതിനൂതന സംവിധാനങ്ങൾ യുവാക്കളെയും മറ്റൊക്കെ ആകർഷിക്കുന്ന ഹലാലായ ഇസ്ലാം അനുവദിക്കുന്ന സജ്ജീകരണങ്ങളോടെ ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദ്ഘാടന കർമ്മം ഇൻഷാ അല്ലാഹ് മഹാനായ ഹബീബ് ഉമർ തങ്ങൾ നിർവഹിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ദുആവസിയത്തോടെ മഹാനായ തിരുങ്ങാടി ബാപ്പു ഉസ്താദ് നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വണ്ടൂർ ഉസ്താദ് SVSന്റെ സ്റ്റേറ്റ് കേരള മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറി മഹാൻ, അവരുടെ ഉപ്പ ഇവിടുത്തെ വലിയ മഹാപണ്ഡിതനായിരുന്നു, ബഹ്റുൽ ഉലൂമിന്റെ. അതുപോലെ തന്നെ അവരുടെ സദഖുൽ ഉസ്താദൊക്കെ കൂടെ പഠിച്ചവർ, സമസ്ത ഉപാധ്യക്ഷരായ സിറാജ് ഹൈദർ ഉസ്താദിന്റെ ഉസ്താദാണ്. മാത്രമല്ല ചിയൻകുട്ടി മൗലവി, അതുപോലെ തന്നെ പാണ്ടിക്കാട് തങ്ങന്മാരിവിടെ കുറേ സാദാത്തുക്കളെ ഓർക്കേണ്ടതുണ്ട്. പാണ്ടിക്കാട് അംസാക്കങ്ങ തുടങ്ങി കുറേ ആളുകൾ എല്ലാവരും ഉയർത്തി കൊടുക്കണേ അല്ലാഹ് എന്ന ദുആയോടുകൂടെ അൻസാർ ഇനിയും അൽഹംദുലില്ലാ അൻസാറിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുക എല്ലാം ആദ്യം തുടങ്ങി അക്കാലം തൊട്ട് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സലാം ഹാജി പാണ്ടിക്കാട്, ഇൻഷാ അല്ലാഹ് സലാം ഹാജി പാണ്ടിക്കാടിനെ കുറിച്ച് എൻ്റെ ആത്മകഥയിൽ ഇൻഷാ അല്ലാഹ് പ്രധാനമായി എഴുതി വെച്ചത് ഇൻഷാ അല്ലാഹ് സലാം ഹാജി പാണ്ടിക്കാട് എനിക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇതിന്റെ സ്ഥാപകരായ അലവിക്കുട്ടി അല്ലേ, അതുപോലെ തന്നെ പിന്നെ
കുഞ്ഞുട്ടി ഹാജി, അർഹമുർ റഹീമായ അല്ലാഹ് അവർക്കെല്ലാം നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ കാണുന്നത് ധാരാളം ബുഖാരി സാദാത്തുക്കളുണ്ട്. ഈ ബുഖാരി സാദാത്തുക്കളുടെ ഒക്കെ തറവാടാണ് കരുവന്തിരുത്തി കൊന്നാര. എൻ്റെ എല്ലാ പ്രതിസന്ധിയിലും കോണമ്പറ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയപ്പോൾ ആദ്യം പോയത് കൊന്നാര മഖാമിലേക്കാണ്. മണിക്കൂറുകളോളം അവിടെ നിന്ന് യാസീൻ ഓതി, അവിടെ നിന്ന് സ്വലാത്ത് അങ്ങ് ചൊല്ലി 4400 സ്വലാത്ത് നേർച്ചയാക്കി. മാഷാ അല്ലാഹ്. അപ്പൊ ആ ആണ്ടാണ് ഇന്ന് ഞാൻ അവിടെ പോയി. എൻ്റെ അവിടെ ഉള്ളവർ മുഴുവൻ എൻ്റെ കുടുംബക്കാരാണ്. തങ്ങന്മാർക്ക് മാത്രം ഒരു നാട്, തങ്ങന്മാർക്ക് മാത്രം ഒരു മക്ബറ. അവിടെ നിന്ന് പോയി. ഇവിടെ ഉള്ളത് ധാരാളം സാധുക്കൾ. ഇനി കഴിഞ്ഞ് പാണ്ടിക്കാട് എനിക്ക് എത്തണമെന്നൊരു നിർബന്ധം കൊണ്ട് എത്തിയതാണ്. അർഹമുർ റഹീമായ അല്ലാഹ് പ്രിയപ്പെട്ട ധാരാളം സഹോദരിമാർ, 50-ലേറെ സഹോദരിമാർ ഒരു തരി സ്വർണം നൽകി എന്ന് കേട്ടപ്പോ സന്തോഷം. റബ്ബേ, ഇങ്ങനെ ഈമാനുള്ള സഹോദരിമാർ സ്വർണത്തിന് ദിവസവും വെച്ചടി വിലയിരുത്തിക്കുമ്പോൾ അർഹമുർ റഹീമായ അല്ലാഹ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇന്ന് അനുഗ്രഹീത പ്രഭാഷകരിൽ ലക്ഷങ്ങൾ ആകർഷിക്കുന്ന പ്രഭാഷണത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട കൂറ്റമ്പാറ ദാരിമി ഉസ്താദ്. അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് എന്ന ദുആയോട് കൂടെ അല്ലാഹു തആല അവർക്ക് ദീർഘകാലം നമ്മുടെ എല്ലാ ഉസ്താദും സമസ്തകളുടെ ജമിയത്തുൽ ഉലമാ കേന്ദ്ര മുഷാവറ നേതൃത്വം വയനാട് ഹസൻ മുസ്ലിയാർ അവരുടെ ദർസിന്റെ വാർഷികമാണ് വരുന്ന 23-ാം തീയതി, ഫെബ്രുവരി 23-ാം തീയതി. ഓരോ വാപ്പുട്ടി ധാരമി, അവരുടെ ഉപ്പ വീരാൻകുട്ടി മുസ്ലിം, അങ്ങനെ തുടങ്ങി എല്ലാവരെ കുറിച്ചും പറയേണ്ടത് പ്രിയപ്പെട്ട സഖാഫി. എല്ലാവർക്കും നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സ്വർണം നൽകിയ മുഴുവൻ സഹോദരിമാര്, ഈ സ്ഥാപനത്തിന്റെ പ്രചരണം ഏറ്റെടുത്തവര്, പ്രവർത്തിച്ചവര്, എല്ലാവർക്കും നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.